നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വാടനപ്പള്ളി ആത്മാവ് റോഡിൽ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. കുടിവെള്ള പൈപ്പിടാൻ കുഴികൾ യഥാസമയം മൂടാത്തതാണ് അപകടത്തിന് കാരണം. കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണവും ശീവേലിപ്പുരയുടെ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും വ്യാഴാഴ്ച. കാഴ്ച പരിമിതികളെ മറികടന്ന് പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് 11 വയസ്സുകാരനായ വൈഖാൻ. വാർത്തകളിലേക്ക് വിശദമായി. കുടിവെള്ള പൈപ്പിന് വേണ്ടി കുഴിച്ച വാടനപ്പള്ളി തൃശൂർ റോഡിൽ വാടനപ്പള്ളി ആത്മാവ് ജംഗ്ഷനിൽ ഇരുചക്ര വാഹന യാത്രക്കാർ നിരന്തരം വീണ് മരണക്കുഴിയാകുന്നു. തൃശൂർ റോഡിന്റെ ആത്മാവ് ജംഗ്ഷൻ മുതൽ ശ്രീനാരായണ ഗുരു കോർണർ വരെയുള്ള റോഡിനെയാണ് വെട്ടിപ്പൊളിച്ച് അപകടക്കെണിയാക്കിയത്. റോഡിന്റെ ഈ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 10-ാം വാർഡിന്റെയും 12-ാം വാർഡിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC സെക്രട്ടറി CM നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. 10-ാം വാർഡ് പ്രസിഡന്റ് സുനിൽ വാലത്ത് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി അമീർ ഷാ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് കുട്ടപ്പറമ്പത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫാസിൽ, പ്രവാസി മണ്ഡലം പ്രസിഡന്റ് AT റഫീഖ്, മണ്ഡലം സെക്രട്ടറി CN സുരജ എന്നിവർ സംസാരിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് രഘു വാഴപ്പള്ളി, 12-ാം വാർഡ് പ്രസിഡന്റ് ഷംസുദ്ദീൻ, മണ്ഡലം സെക്രട്ടറി കൃഷ്ണ ആനന്ദ്, ഷൌക്കത്ത് അലി, സക്കീർ, നബീൽ, ശ്രീജിത്ത്, ബൂത്ത് പ്രസിഡന്റ് ശിവരാമൻ, റഫീഖ് നടുവിൽക്കര എന്നിവർ പങ്കെടുത്തു. അപകടത്തിലാണ് ഇത്രയും ഭീകരമായൊരു സംഭവം ഉണ്ടായി. ഉത്തരവാദിത്തപ്പെട്ട വാട്ടർ അതോറിറ്റി അത് ഏറ്റെടുത്ത് കരാറുകാരനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള മര്യാദ കാണിക്കുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു സമയം കൂടി. പക്ഷേ ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്, ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്നൊരു വിഷയമാണ്. വൈകുന്നേരങ്ങളിലാണ് നമുക്കറിയാം, ലൈറ്റ് പോലും ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ പോലും അപകടം വരുന്നു. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഇന്ന് തന്നെ ഒരു ലോഡ് മണ്ണ് ഇവിടെ നിന്ന് വിൽക്കുന്നത് 4500 രൂപ. ആ 4500 രൂപയ്ക്ക് കരിങ്കല്ല് കൊണ്ടുവന്നാൽ, കരിങ്കല്ല് പാളിയിട്ടാൽ ഈ 200 മീറ്റർ പരിഹരിച്ചാൽ പെട്ടെന്ന് അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യാൻ വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട കരാറുകാരൻ നിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ കരാറുകാരൻ്റെ പണി ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ തടയും. ഒരു സംശയമില്ല. കരാറുകാരൻ്റെ ഒരടി മുന്നോട്ട് പോകാൻ വാടാനപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് കരാറെടുത്ത ആളെ കൊണ്ട് നിമിഷ നേരം ഇന്ന് തന്നെ കരിങ്കല്ലടിച്ച് ചീളടിച്ച് അപകടകരമായ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അല്പമെങ്കിലും പരിഹരിക്കാൻ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബ് അംഗവൈകല്യമുള്ള ലോട്ടറി വിൽപ്പനക്കാരന് കുടയും ലോട്ടറി ബാഗും വിതരണം ചെയ്തു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ പദ്ധതി വിശദീകരണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് ഗോപുരത്തിങ്കൽ, റീജിയണൽ ചെയർപേഴ്സൺ ദിനേശൻ, സോൺ ചെയർപേഴ്സൺ സുഗതൻ, ക്ലബ്ബ് സെക്രട്ടറി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് ട്രഷറർ ഷാലി വർഗീസ്, മെമ്പർമാരായ പ്രദീപ്, ബാബു, മനോഹരൻ, സീന, അനിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ അവർക്ക് കേരള സർക്കാരിൻ്റെ വെൽഫെയർ ഫണ്ട് കൊടുക്കാൻ ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരെ അറിയാതെ പോവുകയാണ്. ഈ ലോട്ടറിയെ സംബന്ധിച്ച് പറയുന്നത് ലോട്ടറി മേഖലയിൽ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് സർക്കാർ ആസൂത്രണം ചെയ്ത് നിയമമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വെൽഫെയർ ഫണ്ട് രൂപീകരിച്ചിട്ട് 17 വർഷമായി. ഇവരൊക്കെ അതിൽ അംഗങ്ങളാണോ എന്ന് എനിക്കറിയില്ല. ചെറിയൊരു ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒരു മാസം 10,000 രൂപയ്ക്കുള്ള ടിക്കറ്റെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് ഈ മേഖലയിൽ അത് ലോട്ടറി ആഡ്സ് അസോസിയേഷൻസിലുണ്ട്. പക്ഷേ സാധാരണ ഇവരെ സംബന്ധിച്ചിടത്തോളം, ചെറുകിടക്കാരെ സംബന്ധിച്ചിടത്തോളം വൻകിട ഏജന്റുമാരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവരെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവരുടെ കമ്മീഷനിലും വളരെ കുറവ് വരികയാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും മറ്റുള്ള ഹൈറാർക്കി പ്രൈസുകളുണ്ടെങ്കിൽ അത് വൻകിട ഇവരെ കൊണ്ടുപോവുകയാണ്. വലിയ പ്രൈസിന് അടിച്ചിട്ടുള്ള അതിൻ്റെ കമ്മീഷനൊക്കെ വലിയ ഏജന്റുമാർ അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കണ്ടശങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് LP സ്കൂളിൽ പോഷകാഹാര പ്രദർശനവും സമഗ്ര ശിക്ഷ കേരളം നൽകിയ സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തി. അന്തിക്കാട് BRC BPC ഡോക്ടർ ഉമാദേവി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സ്വാതി മനീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക PJ ജോളി, PTA പ്രസിഡന്റ് അനീഷ, സീനിയർ അധ്യാപിക ബിജി എന്നിവർ പങ്കെടുത്തു.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ലോങ് ജമ്പിൽ വെങ്കലവും ജില്ലാതല സ്കൂൾ കായികമേളയിൽ ലോങ് ജമ്പിലും ട്രിപ്പിൾ ജമ്പിലും ഹർഡിൽസിലും സ്വർണം നേടിയ നാട്ടിക ഫിഷറീസ് സ്കൂളിലെ BM അശ്വതിയെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MP TN പ്രതാപൻ ആദരിച്ചു. ദേശീയ സംസ്ഥാന തലത്തിൽ നോക്കിയാൽ നാട്ടികയിൽ നിന്നും പുതിയ നല്ല കായിക താരങ്ങൾ ഉണ്ടാകുന്നു എന്നത് സന്തോഷകരമാണെന്ന് TN പ്രതാപൻ പറഞ്ഞു. ഒരു ത്യാഗം, നമ്മളെല്ലാവർക്കും അങ്ങനെ തന്നെ, മക്കളെല്ലാം നമ്മളെ കാണപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിധി. അതുപോലെ മക്കൾക്കും കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അമ്മയും അച്ഛനാണ്. അതുകൊണ്ട് ആ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകമായ അഭിനന്ദനം. അശ്വതി മോളി ഇനി നന്നായി പഠിക്കുകയും നന്നായി പ്രാക്ടീസ് ചെയ്യുകയും കൂടുതൽ ഈ ഉയരങ്ങൾ കീഴടക്കി റെക്കോർഡുകൾ ഉണ്ടാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് അനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്പോർട്സ് വില്ലേജിലൂടെയാണ് സ്പോർട്സ് അക്കാദമി എന്ന യാഥാർത്ഥ്യം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചതും അതുവഴിയാണ് ആൻസി സോജൻ മുതൽ അശ്വതി വരെയുള്ള കായിക പ്രതിഭകളെ നമുക്ക് കിട്ടുന്നതെന്നും TN പ്രതാപൻ കൂട്ടിച്ചേർത്തു. ഭാവി കേരളത്തിന്റെ കായിക പ്രതീക്ഷയാണ് അശ്വതിയെന്നും TN പ്രതാപൻ പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, AN സിദ്ധപ്രസാദ്, BD സന്ദീപ്, ചക്രപാണി പുളിക്കൽ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, സീന ഉണ്ണി, ഷോല മഹേഷ്, രമ്യ അനിൽകുമാർ, നിഷ ഉണ്ണികൃഷ്ണൻ, AV ബാബു, സിന്ധു സിദ്ധപ്രസാദ്, PC ജയപാലൻ എന്നിവർ പങ്കെടുത്തു. ഈ നാടിനപ്പുറം വളരുകയും വലുതാകുകയും ചെയ്തതിൽ പല മഹാന്മാർക്കും പല ഉന്നതർക്കുമൊക്കെ പങ്കുണ്ട്. അതിൻ്റെ ഒപ്പം എടുത്തു പറയേണ്ടത് നാട്ടിക സ്പോർട്സുമായി ബന്ധപ്പെട്ട അക്കാദമിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വലിയ പ്രസക്തിയും പ്രാധാന്യവും നാട്ടികയെ സംബന്ധിച്ചുണ്ട്. നാട്ടിക സ്പോർട്സ് അക്കാദമി അതിൻ്റെ തുടക്കം 2010 നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വന്ന UDF പഞ്ചായത്ത് ഭരണസമിതിയാണ്. സ്പോർട്സ് വില്ലേജ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആദ്യമായി പഞ്ചായത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ആ സാമ്പത്തിക വർഷം തന്നെ 5 ലക്ഷം രൂപ ആ പദ്ധതിക്ക് വകയിരുത്തുകയും അങ്ങനെ BK ജനാർദ്ദൻ ഉൾപ്പെടെയുള്ള കണ്ണമ്മാഷൊക്കെ രംഗത്ത് വരികയും അവർക്ക് 5 ലക്ഷം രൂപയുടെ സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങി നൽകി. ഒപ്പം നമ്മുടെ പരിശീലനത്തിന് വരുന്ന കായിക താരങ്ങൾക്ക് അത്യാവശ്യ പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത് ഒരു പദ്ധതി പോലെ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ആണ് അതിൻ്റെ തുടക്കം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. വാർഡ് 1 രമ്യ അനിൽകുമാർ, വാർഡ് 2 ഗിരിജ ഉണ്ണിയാരമ്പുരയ്ക്കൽ, വാർഡ് 3 KA ഷൗക്കത്ത് അലി, വാർഡ് 4 PM സിദ്ദിഖ്, 5-ാം വാർഡിൽ സുബില പ്രസാദ്, വാർഡ് 6 PC മണികണ്ഠൻ, വാർഡ് 7 CS മണികണ്ഠൻ, വാർഡ് 8 നിഷ ഉണ്ണികൃഷ്ണൻ, വാർഡ് 9 ബിന്ദു പ്രദീപ്, വാർഡ് 10 AV ബാബു, വാർഡ് 11 P ബിനു, വാർഡ് 12 സിന്ധു സിദ്ധപ്രസാദ്, വാർഡ് 13 ശ്രീവിദ്യ ചെമ്പിപ്പറമ്പിൽ, വാർഡ് 14 സീന ഉണ്ണികൃഷ്ണൻ, വാർഡ് 15 ചക്രപാണി പുലിക്കൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. നാട്ടികയിൽ ബുള്ളറ്റും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച യുവാവിന് പരിക്കേറ്റു. നാട്ടിക രാമൻകുളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. എടശ്ശേരി സ്വദേശി മാളിയേക്കാൽ വീട്ടിൽ ഫിറോസ് ഖാനാണ് അപകടത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. വിവരമറിഞ്ഞെത്തിയ നാട്ടിക സ്ക്വാഡ് 75 ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും
ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. 105 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുഖ ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണവും ശീവേലിപ്പുരയുടെ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും വ്യാഴാഴ്ച രാവിലെ 11:45 കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ നിർവഹിക്കുമെന്ന് സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി, കൺവീനർ ഗോപി കോരത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇക്കാലമത്രയും ഇതുവരെയും ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തിയിട്ടില്ല. ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്ന 75 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഏറ്റെടുത്ത ഭരണസമിതി പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനമാണ് നടപ്പിലാക്കുന്നത്. ഗുരുദേവന്റെ ഉപദേശപ്രകാരമാണ് SNGS സ്കൂൾ സ്ഥാപിച്ചത്. ക്ഷേത്രത്തിന്റെ അന്തസ്സും പ്രൗഢിയും വർദ്ധിപ്പിക്കാനാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത്. വിഷുപ്പൂര മഹോത്സവത്തിന് ആനകളെ എഴുന്നള്ളിപ്പിൽ അണിനിരത്താനാണ് ശീവേലിപ്പുര നിർമ്മിക്കുന്നത്. പഴയ നടപ്പുര പൊളിച്ചു മാറ്റിയാണ് നവീകരണം നടത്തുന്നത്. 4 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിന് സമാജത്തിൻ്റെതായിട്ടുള്ള ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും നീക്കിരിപ്പിൽ നിന്ന് എടുക്കാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആയതിൻ്റെ കൂപ്പൺ വിതരണങ്ങൾ കഴിഞ്ഞു. ഇനി 13-ാം തീയതി, ഈ വരുന്ന 13-ാം തീയതി, നവംബർ 13-ാം തീയതി പിന്നെ അതിൻ്റെ ശിലാകർമ്മം നടക്കുകയാണ്. ബാംഗ്ലൂരിൽ നടന്ന 2ാമത് നാഷണൽ പിതിയൻ കൾച്ചറൽ ഗെയിംസ് പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 60 കിലോ വിഭാഗത്തിൽ കണ്ടശങ്കടവ് സ്വദേശി KM ഹരി ഗോൾഡ് മെഡലും 70 കിലോ വിഭാഗത്തിൽ CS സൗമ്യ ഗോൾഡ് മെഡലും കരസ്ഥമാക്കി. KM ഹരി മുൻ ലോക പഞ്ചഗുസ്തി താരവും ലോക ചെസ് ഫിഡെ റേറ്റിംഗ് താരവുമാണ്. രണ്ടുപേരും ദേശീയ റഫറിയുമാണ്. ഡിസംബറിൽ റഷ്യയിൽ നടക്കുന്ന ലോക പിതിയൻ കൾച്ചറൽ ഗെയിംസിൽ ഇരുവരും പങ്കെടുക്കും. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ഫസ്റ്റ് നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയാഹ്ലാദ പ്രകടനം നടത്തി. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലുമാണ് ഇക്കുറി ചന്ദ്രാപിന്നി HSS ഓവറോൾ നേടിയത്. UP ഹൈസ്കൂൾ അറബിക് കലോത്സവത്തിലും ഹൈസ്കൂൾ സംസ്കൃതോത്സവത്തിലും 1ാം സ്ഥാനം നേടി. സ്കൂൾ അങ്കണത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിജയാഹ്ലാദം സംഘടിപ്പിച്ചത്. സംസ്ഥാന ശാസ്ത്രമേളയിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പങ്കെടുത്ത് 4 ഇനത്തിൽ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. ET ടൈസൺ MLA, PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാന അധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് പ്രിൻസിപ്പൽ VB സജിത്ത്, നവമി പ്രസാദ്, അധ്യാപകരായ KS ബിന്ദു, ബിജു മോഹൻ ബാബു, S പ്രമോദ്, ഗിരീഷ്, പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു.
ഒരുമിച്ച് അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികളെയും അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. പാലക്കാട് നടന്ന ശാസ്ത്രോത്സവത്തിൽ നമ്മുടെ സ്കൂൾ അതിമനോഹരമായിട്ടുള്ള 4 ഫസ്റ്റ് പ്രൈസ് നേടിയ ആളുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഈ വേദിയിൽ നിൽക്കുന്ന ആളുകൾ അല്ലേ. നമ്മളോടൊപ്പമുള്ള 4 പേർ വേദിയിൽ നിൽക്കുന്നു. മാത്രമല്ല ഉപജില്ലാ കലോത്സവത്തിൽ നമുക്കിപ്പോൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മത്സരങ്ങളിലും നമുക്ക് ഉറപ്പുണ്ട്. ചന്ദ്രാപ്പിന് മത്സരിക്കാനുണ്ടോ, ചന്ദ്രാപ്പിലെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ന് വന്നു. അതിൽ കാഴ്ച പരിമിതികളെ മറികടന്ന് പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് ഒരു 11 വയസ്സുകാരൻ. പെരിഞ്ഞനം എസ്.എൻ. സ്മാരകം UP സ്കൂൾ വിദ്യാർത്ഥിയും ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശി വേണു ജലജ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ ഒരാളുമായ വൈഖാനാണ് വിധിയെ വെല്ലുവിളിച്ച് തന്റെ പ്രകടനത്താൽ ആരെയും വിസ്മയിപ്പിക്കുന്നത്. ഞാൻ ഉപജില്ലാ കലോത്സവത്തിൽ 7 ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കവിത, മലയാളം കവിത, മലയാളം കവിത, ഇംഗ്ലീഷ് പോയം, വന്ദേ മാതരം, സംഘഗാനം, സംസ്കൃതം, പിന്നെ പദ്യം ചൊല്ലൽ, സംസ്കൃത് ഫസ്റ്റ്, പിന്നെ ഗാനാലാപനം സംസ്കൃതം ഫസ്റ്റ്. അങ്ങുവാന കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ. ഇരു കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട വൈഖാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ വിധിയെ തോൽപ്പിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ഭുതമാവുകയാണ്. മാസം തികയും മുമ്പേ ജനിച്ചവരാണ് വൈഖാനും ഇരട്ട സഹോദരി വൈഗയും. പക്ഷേ വൈഖാന് മാത്രമാണ് കാഴ്ചശക്തി ജന്മനാൽ നഷ്ടമായത്. തുടർ ചികിത്സകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മകന്റെ അവസ്ഥയിൽ തളരാതിരുന്ന മാതാപിതാക്കൾ വൈഖാന് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിച്ചു. ഉപജില്ലാ കലോത്സവത്തിൽ 3ാം ക്ലാസ് തുടങ്ങി പങ്കെടുത്തിരുന്നുണ്ടല്ലോ. എല്ലാത്തിലും 4ാം ക്ലാസ് തുടങ്ങി പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം 7 ഐറ്റത്തിൽ പങ്കെടുത്തു. പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരുന്നു. 7 ഐറ്റം സംസ്കൃതമൊക്കെ പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. എന്നാലും പെട്ടെന്ന് പഠിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും. നല്ല ക്യാച്ചിങ് പവർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പോയമായാലും നല്ലൊരു പോയമായിരുന്നത്. അതും ഞാൻ പഠിച്ചെടുത്ത് ടീച്ചർക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നു അതിനെക്കുറിച്ച്. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നത്. അതിൽ A ഗ്രേഡ് കിട്ടി. അപ്പോൾ പഠനത്തിൽ മിടുക്കനായ മകനിൽ മറ്റ് കഴിവുകളും കൂടിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കലാപരിശീലനവും ചെറുപ്പത്തിലെ നൽകി തുടങ്ങി. പിന്നീടങ്ങോട്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വൈഖാന്റെ പ്രകടനം. അടുത്തിടെ നടന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 6 ഇനങ്ങളിൽ 5 എണ്ണത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് A ഗ്രേഡും ഈ മിടുക്കൻ സ്വന്തമാക്കി. പാടിമുടും അത്രയും വറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. മുൻ വർഷങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്രയും അധികം ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വാരിക്കൂട്ടിയ ചെറുതും വലുതുമായ സമ്മാനങ്ങളാണ് വൈഖാന്റെ വീട്ടകം നിറയെ. ഭാവിയിൽ ആരാകണമെന്ന് ആഗ്രഹമെന്ന് ചോദിച്ചാൽ വൈഖാന് ഒരു ഉത്തരമേയുള്ളൂ: കളക്ടറാകണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി കൈക്കൊള്ളണമെന്ന് കേരള പഠന മഹാസഭ സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നേരെ പൊതുസമൂഹത്തിൽ ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന സംഭവങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ഈ ഗ്രാന്റ് നടപ്പിലാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനതായ ഫണ്ട് ഉപയോഗിച്ച് പണിയുന്ന കെട്ടിടങ്ങളിൽ SC/ST വിഭാഗത്തിന് സംവരണം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തളിക്കുളം കനോലി റെസ്റ്റോറന്റിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് CV മാണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് മുല്ല, വൈസ് പ്രസിഡന്റുമാരായ ബാലകൃഷ്ണൻ പൊന്നാനി, VS സുനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ ശരവണൻ പാടൂർ, CG ഷാജി കോഴിക്കോട്, AK ബാലകൃഷ്ണൻ, സ്ഥിരം ക്ഷണിതാവ് KV കുമാരൻ കൂർക്കഞ്ചേരി, ജില്ലാ പ്രസിഡന്റ് KM മോഹനൻ അമ്മാടം, ജില്ലാ സെക്രട്ടറി PR സർവോത്തമൻ വലപ്പാട് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് തൃപ്പയ റോഡിലുള്ള ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡിലെ ഇന്റർലോക്കിംഗ് പ്രവൃത്തികൾ നടത്തേണ്ടതിനാൽ ബുധനാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം ഭാഗികമായി നിരോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കാരമുക്ക് പുത്രിക്കോവ് ക്ഷേത്രത്തിന് സമീപം പുളിപറമ്പിൽ സുബ്രഹ്മണ്യന്റെ മകൻ സുശീൽ അന്തരിച്ചു. 43 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സന്ധ്യയാണ് ഭാര്യ. മീനാക്ഷി, തന്മയ എന്നിവർ മക്കളാണ്. ഹോട്ടൽ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. പുലർച്ചെ ബൈക്കിൽ ജോലിക്ക് പോകവെയാണ് ഹോട്ടൽ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചത്. നാട്ടിക ഫിഷറീസ് സ്കൂളിന് സമീപം കുറുമ്പേപ്പാടത്ത് ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ വലപ്പാട് ബീച്ചിനടുത്ത് തീരദേശ റോഡിലെ കോടൻ വളവിൽ വെച്ചാണ് സംഭവം. വലപ്പാട് ബീച്ചിലുള്ള ഒരു ഹോട്ടലിലെ തൊഴിലാളിയാണ്. പുലർച്ചെ ബൈക്കിൽ വീട്ടിൽ നിന്നും പുറപ്പെട്ട അദ്ദേഹത്തെ മത്സ്യത്തൊഴിലാളികളാണ് റോഡിൽ അവശനിലയിൽ കണ്ടത്. ഉടൻ തന്നെ 108 ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് പോലീസ് നടപടികൾ സ്വീകരിച്ചു. കാരമുക്ക് താണിക്കൽ ചമ്മണത്ത് ദേവസിയുടെ മകൻ റപ്പായി നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് വടക്കേ കാരമുക്ക് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾക്ക് ശേഷം കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ആനിയാണ് ഭാര്യ. രമ്യ, സൗമ്യ എന്നിവർ മക്കളാണ്. റോമി, അനൂപ് എന്നിവർ മരുമക്കളും. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടനപ്പള്ളി ആത്മാവ് റോഡിൽ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. കുടിവെള്ള പൈപ്പിടാൻ കുഴികൾ യഥാസമയം മൂടാത്തതാണ് അപകടത്തിന് കാരണം. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണവും ശീവേലിപ്പുരയുടെ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും വ്യാഴാഴ്ച. കാഴ്ച പരിമിതികളെ മറികടന്ന് പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് 11 വയസ്സുകാരനായ വൈഖാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.